ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപാടെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശ കരയ്ക്കുമ്പോൾ തന്നെ സോഡാപ്പൊടിയൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി വെച്ച് ബീഫ് കറിയും മിച്ചമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ബീഫ് കറിയും ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ദോശ ഇടുമ്പോൾ ചെറുതായിട്ട് നെയ്യാണ് തേച്ച് കൊടുക്കാറ്. പക്ഷേ ഇത്തവണ നെയ്യല്ല കേട്ടോ, ലൈറ്റായിട്ട് ഓയിലാണ് തേച്ച് കൊടുത്തത്. അപ്പോൾ അത്യാവശ്യം ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നെയ്യിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് ഓയിലാണ് തോന്നിയത്. അങ്ങനെ ഇതാ നമ്മൾ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബീഫ് കറിയും കൂടി ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബീഫ് കറിയും കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായയും കൂടി ഒന്ന് വെക്കണം. അപ്പോൾ പാൽ ചായ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ സമയം 7:30 അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ദിവസം എടുത്ത വീഡിയോ അല്ല കേട്ടോ, എനിക്കത് ജോലിക്ക് പോകണം. അങ്ങനെ നമ്മൾ പാലൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇക്കാതെ ജോലിക്ക് പോകേണ്ട ദിവസം ഞങ്ങളും ആ ഒരു ടൈമിൽ തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയും. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയമായപ്പോൾ വാവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ജനലൊക്കെ ഒന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തുറന്നിടുമ്പോൾ വലിയ പൊടിയും കാര്യങ്ങളും ഒന്നും കാണില്ല. ഇന്നും അത്യാവശ്യം തണുപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ നല്ല നൈസാണ്, അതുപോലെ നല്ല ക്രിസ്പിയായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് കറിയും ദോശയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങിയതും വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആളെ കുറച്ച് നേരം ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. കൂടെ ആൾക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ കഴിക്കുന്നൊന്നുമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മിക്ക ജോലിക്ക് പോവാണ്. അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കാനാണ് കേട്ടോ ആൾ പോകുന്നത്. അങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരെ ഉച്ചക്കത്തെ പണിക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറാണ് വെക്കുന്നത്, പതിവ് പോലെ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഉച്ചക്കത്തേക്ക് വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ലഞ്ച് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ എടുത്തൊന്ന് പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാനിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നീളത്തിയായിട്ട് നമ്മൾ സവാളയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ സവോളയൊക്കെ നിറം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം. നമ്മൾ സാധാ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ളു ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നത് ലൈറ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ മുളക് പൊടി കുറച്ച് എരിവ് കൂടുതലായിരുന്നു, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഗരം മസാലയും കൂടിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ കോളിഫ്ലവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയായിട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മളെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം വേണം കേട്ടോ അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ റോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കറീൻ്റെ കൂടെ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചതൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ മുട്ടയും കൂടി ഒക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഇത്രയൊക്കെ കറികളെ വെക്കുന്നുള്ളൂ കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇക്കയൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നലത്തെ ബാക്കി കുറച്ച് ചോറും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഊറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി മിച്ചം ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ക്യാരറ്റും മെഴുക്കും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വാവയ്ക്ക് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ ലഞ്ച് പരിപാടി. പിന്നെ ഒരു 1:15 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും മുട്ട പൊരിച്ചതും ക്യാരറ്റ് മെഴുക്കും അതുപോലെ തന്നെ കോളിഫ്ലവർ റോസ്റ്റുമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. കൂടെ നമുക്ക് മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ കുറച്ച് പാലാട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ മുട്ടയും പാലും മൈദയും ഏലക്കായും ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത മാവാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ പാലാടയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു റീൽസ് കണ്ടായിരുന്നു, ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചതിന് ശേഷം നടുക്ക് ഡയറി മിൽക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം മാത്രം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളതിൽ ഇപ്പോൾ ഒരു ഡയറി മിൽക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മാവൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നെയ്യും അതുപോലെ തന്നെ ലൈറ്റായിട്ടൊന്ന് പഞ്ചസാരയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഡയറി മിൽക്കും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇവിടെ ലൈറ്റായിട്ടേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡയറി മിൽക്കൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ പാലാടേനോട് എനിക്കും ഇഷ്ടമാണ്, അതുപോലെ തന്നെ വാവയ്ക്കും ഇഷ്ടമാണ്, പക്ഷേ ഇക്കാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പാലാടയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ, സാധാ പഞ്ചസാരയും നെയ്യും ഒക്കെ ഇട്ട്.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂടോട് തന്നെ ആ ഡയറി മിൽക്കിൻ്റെ സംഭവം ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല, ഡയറി മിൽക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും, എന്നാലും അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ചോക്ലേറ്റ് മാത്രമേ വെച്ചുള്ളൂ, അതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ ടേസ്റ്റ് വന്നില്ല. ജസ്റ്റ് നമ്മളെ ശർക്കരയുടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ വന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഇതാ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചായയും കൂടി ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ പാൽ ചായയാണ് കേട്ടോ. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇക്കയൊക്കെ പോകണം. ഇപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം രാത്രി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാക്കറ്റ് പൊറോട്ട അല്ല കേട്ടോ, പരത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ചായി ഇങ്ങനെ പരത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ട ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കിഴങ്ങൊക്കെ ഇട്ട് നല്ല ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ട ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പൊറോട്ടയും ബീഫ് കറിയും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് കിഴങ്ങൊക്കെ ഇടുന്ന ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഇന്ന് ഇക്ക കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കായും വാവയും നല്ല കളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ രാത്രി ഡിന്നറൊക്കെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ദാ നമ്മൾ ഫുഡൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സമയമായപ്പോൾ നമ്മൾ കറിയുടെ ആവിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ, കറി അത്യാവശ്യം നല്ല കളറുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ അത്ര കളറ് തോന്നിക്കുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ പൊറോട്ടയും ബീഫ് കറിയൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് പൊറോട്ടയും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.